ഹലോ, എന്താണ് റെഡിയായി നിൽക്കണമെന്നായിരിക്കില്ല എല്ലാവരും വിചാരിക്കുന്നത്. ഞാൻ വണ്ടിത്താവളത്തേക്ക് പോവാണ്, അനിയത്തിൻ്റെ അവിടേക്ക്. കരിപ്പിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ വണ്ടിത്താവളം പറഞ്ഞാൽ ഈ മറ്റേ കുഴൽമന്നം വഴി, കൊടുവായൂർ വഴി, തത്തമംഗലം വഴി വണ്ടിത്താവളത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഴൽമന്നം പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ വെയിലുമില്ല, മഴയില്ല, കാറ്റുമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ നല്ല ഒരു പ്രത്യേകത ഒരു ക്ലൈമറ്റ് തന്നെയാണ്. ഇവിടെ ഒരു കുട്ടിത്തങ്ങളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, പക്ഷേ പോണ വഴിക്ക് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ പറയാറുണ്ട് ഇതൊരു കുട്ടിത്തങ്ങളുടെ മക്കാമാണ്. ഇപ്പം നേർച്ചകളൊക്കെ ഇങ്ങനെ നേർച്ച കഴിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുഴൽമന്താണ് കേട്ടോ അത് വരുന്നത്. ഇവിടെയാണ് കുട്ടിത്തങ്ങളുടെ മക്കാമ്. അപ്പം നമ്മൾ വണ്ടിത്താവളം എത്താനായിട്ടുണ്ട്. അവിടെ എത്തിയിട്ടോ. ചുറ്റും തെങ്ങുകളും മരങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. തേക്കും എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് അറിയാം കേട്ടോ. അമ്മ വിറക് പെറുക്കി വെക്കണം. ഉണ്ടോ, ആട്ടും കൂടൊക്കെ വെച്ചിരിക്കണുണ്ടോ. ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നോക്കാം കേട്ടോ എന്തൊക്കെയാണ് അവിടെ ചെയ്യണമെന്ന്. ഇതാ ഇവിടെ എല്ലാവരും പത്തിരി വരുത്തണു. ഒരാൾ ഇതാ കഴിച്ചുകൊണ്ടിരിക്കണു. നാത്തോൻ്റെ മുമ്പ് ഞാൻ സെക്യൂരിറ്റിയായി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കണുണ്ട് അവിടെ. അപ്പോൾ ഇതാ എല്ലാവരും പത്തിരിയൊക്കെ പരത്തണു, ചുടണു. എല്ലാ വർഷവും കൊടുക്കാറുണ്ട് കേട്ടോ. നോമ്പ് 9-ാം പക്കത്തിൽ എല്ലാ നോമ്പ് 9-നും വണ്ടിത്താവളത്ത് പള്ളിയിൽ കൊടുക്കാറുണ്ട്. ഞങ്ങൾ പോകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. എല്ലാം അരിഞ്ഞിട്ടും ചതച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വലിയൊരു കുടുംബമാണ് ഇവിടെ. എല്ലാവരും ഒരുമിച്ച് വന്ന് എല്ലാ ഫുഡും ഉണ്ടാക്കിയിട്ടാണ് പള്ളിയിലേക്ക് കൊടുക്കുക. ഒന്നും മേടിക്കില്ല. എല്ലാ സാധനവും നമ്മൾ തന്നെ ഇവിടെ തന്നെ വന്നിട്ട് എല്ലാവരും കൂടി ഉണ്ടാക്കും കേട്ടോ. അതൊക്കെ നല്ലൊരു രസം തന്നെയാണ്. എന്താ ബിരിയാണി വെക്കാനുള്ള അടുപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ ചുറ്റും തെങ്ങുകളും മരങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു തമിഴ്നാടിൻ്റെ ആ ഒരു ലുക്കാണ്. നീ വാ ഉള്ളിക്ക് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ആടിനെ. അപ്പം ഞാൻ എന്താ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്ന അടിയിൽ കൂടെ. അപ്പോൾ ബിരിയാണി വെക്കാൻ ചെമ്പ് വെച്ചിട്ടുണ്ട്. ഒരു 3 പറ വെക്കാമെന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നെയ്യിന് എത്ര ആക്കിയാലും വീണില്ല പറഞ്ഞിട്ട് അങ്ങനെ ഒരുവിധം ഒപ്പിച്ചു. അങ്ങനെ പട്ടിയും കറാമ്പും മുളകും എല്ലാം ഇട്ട് സവാളയൊക്കെ ഇട്ട് കടുക് വറ പറയുന്ന പോലെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇളക്കണ വേറെ ആരുമല്ല, ഞാൻ തന്നെ കേട്ടോ. അരി വെന്ത ശേഷം എനിക്ക് ഇളക്കാൻ കിട്ടില്ല, ഞാൻ അത്രയ്ക്കൊന്നും വെച്ചിട്ടില്ല. കുറച്ചിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നല്ലാണ്ട് നമുക്കൊന്നും ആ പരിപാടി നഹി. ഞാനിവിടെ കാവലുണ്ടെന്ന് പറഞ്ഞിട്ട് അനിയത്തിൻ്റെ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ചൂടും വെയിലും. ചൂട് പറയാൻ അത്ര ചൂടില്ല, എന്നാലും പക്ഷേ ആ ഒരു പുഴുക്കുണ്ടല്ലോ, ഈ ചെമ്പിൻ്റെ ഓരത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ചൂടുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ വെള്ളമൊക്കെ റെഡിയായി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് ചിക്കനിക്ക് നോക്കാം. ചിക്കൻ കറി
അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇവിടെ പൊറോട്ടയ്ക്കല്ല, ഇത് വന്നിട്ട് സമൂസയ്ക്കുള്ള മാവ് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിയിൽ കൂടെ പത്തിരിക്കുള്ളതും പൊറോട്ടയും. ഇവിടെ പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ് കേട്ടോ. ഇതൊക്കെ അനിയത്തിൻ്റെ മൂത്തശ്ശിമാരും അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. പെരിയത്താൻ്റെ മക്കൾ, ഇവർ അനഫിക്കാരാണ്, അനഫി മദ്ഹബിലുള്ളവരാണ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ആ സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുക പറയുമ്പോൾ അത് വേറെ ഒരു തന്നെയാണ്. ആ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ആ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെയൊക്കെ നമുക്ക് പാക്ക് ചെയ്യണം പറഞ്ഞിട്ട് എൻ്റെ ആങ്ങളത് ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വെക്കണം, ഓരോ പാത്രമായിട്ട് വെക്കണം. ഇത് ചെറിയ ആങ്ങളയാണ് കേട്ടോ. അനിയത്തിൻ്റെ ഹസ്ബൻഡും നാത്തോനും അനിയത്തിൻ്റെ മോളും എല്ലാവരും കൂടിയിട്ട് ഞാനിതപ്പോൾ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുശലം പറിച്ചലും വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊറോട്ടയ്ക്ക് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചിക്കൻ കറി വന്നുകൊണ്ടിരിക്കുന്നു. ചോറ് നല്ല ചൂടല്ലേ, അപ്പോൾ ആറട്ടെ വന്നിട്ട് വാഴയില വെച്ചിട്ട് അതിലിടാന്ന് വെച്ചിട്ടാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി പറഞ്ഞിട്ടാണ് മുപ്പത്തേരി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കിയിട്ടോ. പത്ത് 300 ആൾക്കാരുണ്ടാവും പള്ളിയിൽ നോമ്പ് തുറപ്പിക്കാൻ. ഇപ്പം ബിരിയാണിയാണ് അവിടേക്ക് കൊണ്ടുപോകണത്. ഇപ്പം എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്, പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ട്. ഒരു എണ്ണം കറക്റ്റാക്കുകയാണ്. കറക്റ്റാവോ, വണ്ടിയിൽ കൊള്ളുമോ എന്താണെന്നൊക്കെ നോക്കുകയാണ്. ഒരു വണ്ടിയിൽ കൊള്ളായികയൊന്നുമില്ല. ഇനിയിപ്പോൾ താഴത്തങ്ങനെ പെട്ടെന്ന് അമർന്ന് കഴിഞ്ഞാലേ പൊട്ടോ കേടുവരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് മേലെ കൂടെ കുറച്ചും കൂടി ചോറ് വെക്കും കേട്ടോ. എപ്പോഴും നിറയെ ആൾക്കാരുണ്ടാവും പള്ളിയിൽ നോമ്പ് തുറപ്പിക്കലിന്. സമൂസയ്ക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. മാങ്ങ ജ്യൂസ്, അതുപോലെ നഞ്ഞാരി സർബത്ത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടിരിക്കണം. കട്ട്ലൈറ്റൊക്കെയാണ് കേട്ടോ. ചക്ക അടക്കമുണ്ട്. ചക്ക, പിന്നെ ഫ്രൂട്ട്സുകളിൽ ചക്കയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, തണ്ണിമത്തനുണ്ട്, അനാറുണ്ട്, ഈത്തപ്പഴം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. ഇനി വിശേഷങ്ങളൊക്കെ ഒന്നും കൂടി പുതുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇവർ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് എവിടേക്ക് പോകാനാ? സമൂസൻ്റെതാ ഒരു മടക്കാൻ പഠിക്കണേ ഉള്ളൂ. ഓരോ വർഷത്തിലും ഇങ്ങനെ മടക്കി മടക്കി കറക്റ്റായി പഠിച്ചോളും. പിന്നെ അടുത്ത വർഷമാകുമ്പോഴേക്ക് പിന്നെയും മറക്കും, പിന്നെയും 2ാം പ്രാവശ്യം ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പഠിച്ച് ഒരു കട്ട്ലൈറ്റ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. സമൂസ റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്, പൊരിക്കാൻ റെഡിയായിട്ട്.
അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടോ. ആണുങ്ങളൊക്കെ പള്ളിയിലും പെണ്ണുങ്ങൾ ഇവിടെ വീട്ടിലുമാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. കുറച്ച് പേര് വീട്ടിൽ, ആണുങ്ങൾ വീട്ടിലുണ്ട്. ഇതേ ക്യാമറ വന്നു പറഞ്ഞിട്ട് അവർ എനിക്ക് വയ്യ. അപ്പോൾ എല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കണു. ബാങ്ക് കൊടുക്കാൻ സമയമായി. അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തു. വെള്ളം കുടിച്ചു. അൽഹംദുലില്ലാ.